പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ അറഫ ദിവസം നമ്മളിലേക്ക് ആഗതമാകാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഈ ദുൽഹിജ്ജ മുതൽ അടുത്ത ദുൽഹിജ്ജ വരെ മരിക്കാതെ നല്ല ആരോഗ്യത്തോടുകൂടെ ആയുസ്സിൽ ബറക്കത്തുണ്ടായി ജീവിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും അതുപോലെ തന്നെ അറഫ ദിവസത്തിന്റെ പ്രത്യേകതകളുമാണ്. അള്ളാഹു പഠിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റട്ടെ, എല്ലാ വിഷമങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും ഇന്ന് സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഹംദ് പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനപ്പെട്ട 4 ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ സബൂർ എന്ന് പറയുന്ന ഗ്രന്ഥം ഏത് പ്രവാചകനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത്? അറിയുന്നവരൊക്കെ കമന്റിൽ എഴുതി വിടുക. ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് ഈ അറഫ ദിവസം മുതൽ അടുത്ത കൊല്ലത്തെ അറഫ വരെ ആരോഗ്യത്തോടുകൂടെ നല്ല ആയുസ്സിൽ ബറക്കത്തുണ്ടായി ജീവിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും അറഫ ദിവസത്തിന്റെ ചില പ്രത്യേകതകളെ കുറിച്ചുമാണ്. അള്ളാഹു പഠിക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മൾക്കറിയാം, ദുൽഹിജ്ജ മാസം വളരെ ഏറെ പോരിശകൾ നിറഞ്ഞതാണ്. മാത്രമല്ല, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഒട്ടനവധി ശ്രേഷ്ഠതകളും മഹത്വങ്ങളും നിറഞ്ഞതാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു, ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദുൽഹജ്ജ് 1 മുതൽ 9 വരെ പ്രത്യേകമായി നോമ്പ് അനുഷ്ഠിക്കാൻ മഹാന്മാര് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല, ദുൽഹിജ്ജ മാസത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ അത് അറഫ ദിവസമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ നമ്മളുടെ അറഫ ദിവസം ബുധനാഴ്ച ദിവസമായി ഉസ്താദുമാര് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൽ ഹജ്ജു ഹറഫ, ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മം, പ്രധാനപ്പെട്ട ഭാഗം നടക്കുന്നത് അറഫ ദിവസത്തെ സംഗമത്തിലാണ് എന്ന് ഹബീബായ തങ്ങള് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അറഫ ദിവസത്തിന് ഒട്ടനവധി ശ്രേഷ്ഠതകളാണ് മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പകലിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പാപമോചനം നൽകുന്നത് അറഫ ദിവസത്തിലാണത്രേ. ശരിക്കും മനസ്സിലാക്കണം, അള്ളാഹു രാത്രിയിൽ ഏറ്റവും കൂടുതൽ പാപമോചനം നൽകുന്നത് അത് 27-ാം രാവിനാണ്. എന്നാൽ പകലിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പാപമോചനം നൽകുന്നത് അറഫ ദിവസത്തിലാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യവും വ്യക്തവുമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പകലിൽ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് അറഫ ദിവസമാണ്. ണ്ടോ, അത്ര ശ്രേഷ്ഠത അറഫ ദിവസത്തിനുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ അറഫ ദിവസത്തിന്റെ അന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞത്. പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ലഭിക്കുന്ന, പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്ന ചില സമയങ്ങള് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് അറഫ ദിവസമെന്ന് വലിയ ആരിഫികൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പകലിൽ ഏറ്റവും കൂടുതൽ അവന്റെ അടിമകൾക്ക് കരുണ ചെയ്യുന്നത് അറഫ ദിവസത്തിലാണ്. ആ കരുണ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദീന് പൂർത്തീകരിച്ചു കൊടുത്തത് അറഫ ദിവസത്തിലാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. നബിയേ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഞാൻ ഇസ്ലാം മതം പൂർണ്ണമാക്കി തന്നിരിക്കുന്നു.
ആണോ? ഇസ്ലാം മതത്തിനെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുത്തത് അറഫ ദിവസത്തിലാണ്. ഇസ്ലാം മതത്തിനെ ഒരു മതമായി അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട് ഹബീബായ തങ്ങൾക്ക് കൊടുത്തത് അറഫ ദിവസത്തിലാണ്. അപ്പൊ എന്തുകൊണ്ടും അറഫ ദിവസത്തിന് ഒട്ടനവധി പവിത്രതകൾ ഉണ്ട്. അതുപോലെ തന്നെ പിശാചുക്കൾ ഏറ്റവും കൂടുതൽ കരയുന്നത് അറഫ ദിവസത്തിലാണ്. പിശാചുക്കൾ ഈ കണ്ട ജനങ്ങളൊക്കെ വഴിപഴപ്പിച്ചിട്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു. ജനങ്ങള് പിശാച് കാരണം ഒരുപാട് ഹറാമായ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അറഫ ദിവസം വരുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിശാചുക്കൾ കൂടുതൽ സങ്കടപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്റെ പ്രിയമുള്ളവരെ, അറഫ ദിവസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറഫ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. ശക്തിയായ സുന്നത്തായി ഫുഖഹാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അറഫ ദിവസത്തിൽ നമ്മൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം എന്താണ്? അതെല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചോളൂ. യുകഫിറു സനത്തൽ മാലിയ വൽ ബാഖിയ, കഴിഞ്ഞുപോയ പാപങ്ങളും ഇനി വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കപ്പെടുകയാണ്. കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾ നമ്മൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങൾ എന്തിനാ നമ്മൾ പൊറുക്കണത്? കാരണം നമ്മൾ ആ വർഷം ജീവിച്ചിട്ടില്ലല്ലോ. പിന്നെന്തിനാ 2027 പാപങ്ങൾ നമുക്ക് എന്തിനാ പൊറുക്കുന്നത്? റസൂൽ എന്തിനാ അങ്ങനെ പറഞ്ഞത്? മഹത്തുക്കൾ വിശദീകരിക്കുന്നുണ്ട്. ഒരാൾ അറഫ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നല്ല ആത്മാർത്ഥതയോടുകൂടെ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അവനിക്ക് ഒരു വർഷം കൂടി അള്ളാഹു ജീവിക്കാനുള്ള ആയുസ് കൊടുക്കുമത്രേ. നല്ല ആരോഗ്യത്തോടുകൂടെ ആയുസ്സിൽ ബറക്കത്തുണ്ടായി ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കും അടുത്ത അറഫ വരെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അറഫ ദിവസത്തെ നോമ്പ് ഒരാളും നഷ്ടപ്പെടുത്തരുത്. അത് നഷ്ടപ്പെടാതിരിക്കാൻ ഇന്ന് തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? അറഫ നോമ്പിനെ നേർച്ചയാക്കുക എന്നുള്ളതാണ്. നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യൂല? അത് ഒരിക്കലും അത് ഒഴിവാക്കൂല എന്നുള്ളതാണ്. പല ആളുകളും സുന്നത്ത് നോമ്പ് അത് സുന്നത്തല്ലേ, അത് നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിവാക്കാറുണ്ട്. പക്ഷെ അത് നേർച്ചയാക്കി കഴിഞ്ഞാൽ നമ്മളെ മേൽ ബാധ്യതയായി പിന്നെ നമ്മൾ എന്ത് ചെയ്യൂല? അത് ഒരിക്കലും ഒഴിവാക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ വരുന്ന അറഫ നോമ്പിനെ നാം നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. അപ്പൊ പിന്നെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യൂല? അത് ഒഴിവാക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ഉസ്താദേ, അറഫ നോമ്പ് വരുമ്പോ മെൻസസ് ആയാൽ എന്താണ് ചെയ്യുക? അറഫ നോമ്പ് നമ്മൾക്ക് വേണമെങ്കിൽ ഖലാ വീട്ടാവുന്നതാണ്. അതുകൊണ്ട് വിരോധമില്ല. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? നമ്മൾക്കത് ഖലാ വീട്ടാം. ഇനി അതിനും കഴിയൂല, വല്ലാത്ത പ്രയാസാണ്, രോഗികളാണെങ്കിൽ എങ്ങനെയാണ് അറഫ നോമ്പ് അനുഷ്ഠിക്കുക? അറഫ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കാൻ മഹാന്മാര് പറഞ്ഞു തരുന്ന ഒരു വഴിയുണ്ട്. മൻ ഹഫിള ലിസാനഹു, ഒരാളുടെ നാവിനെ സൂക്ഷിച്ചു, വബസറഹു, അവന്റെ കണ്ണിനെ സൂക്ഷിച്ചു, വസമ്മഹു, അവന്റെ കേൾവിയെയും സൂക്ഷിച്ചാൽ യൗമ അറഫ, അറഫ ദിവസം എന്ന് പറഞ്ഞാൽ അറഫ ദിവസം കളവ് പറഞ്ഞില്ല, ഗീബത്ത് പറഞ്ഞില്ല, നല്ല മനുഷ്യനായി ജീവിച്ചു, നല്ല കാര്യങ്ങൾ മാത്രമേ കേട്ടുള്ളൂ, ഹറാമായതൊന്നും കേട്ടില്ല, ഒരാളെ ഗീബത്തും നമീമത്തും ഒന്നും നമ്മൾ കേൾക്കാൻ നിന്നില്ല, അതുപോലെ ഹറാമിലേക്ക് നമ്മൾ നോക്കാതെ നല്ല മുത്തഖിയായി ഇബാദത്തിലായി നമ്മൾ മുഴുകിക്കഴിഞ്ഞാൽ മഹാന്മാര് പറയുന്നു മിൻ അറഫത ഇലാ അറഫ, ഈ അറഫ മുതൽ അടുത്ത അറഫ വരെ നമ്മൾക്ക് അല്ലാഹു പാപങ്ങൾ പുറത്തു നൽകും. സുബ്ഹാനല്ലാഹ്. അപ്പൊ രോഗികൾക്കുള്ള ഒരു ഓപ്ഷൻ കൂടെ ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫ നോമ്പ് അനുഷ്ഠിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് നമ്മളും ഭർത്താക്കന്മാരോടും ഭാര്യമാരോടും മക്കളോടും കുടുംബക്കാരോടൊക്കെ അറഫ നോമ്പ് അനുഷ്ഠിക്കാൻ പറയണം ആത്മാർത്ഥതയോടുകൂടെ. എന്നാൽ നല്ല ആരോഗ്യത്തോടുകൂടെ അടുത്ത വർഷത്തെ അറഫയെയും പ്രതീക്ഷിക്കാനുള്ള തൗഫീക്കും ആരോഗ്യവും അള്ളാഹു നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ്. അഥവാ ഒരു വർഷത്തെ ആയുസ് നമ്മൾക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെ കാക്കണേ അല്ലാ, മക്കളെ കാക്കണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.